ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫിഷ് മസാല ഉണ്ട്. അതിനായിട്ട് ഞാനൊരു അയില എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ, ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് മസാല തേക്കാനായിട്ട് ഇതിനാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിത് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കാം. എത്ര മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു മീൻ മോൾക്ക് മാത്രമായിട്ട് എടുത്താണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെയ്യാത്തവരാണ് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ദശക്കട്ടിയുള്ള മീൻ എടുക്കണം കേട്ടോ. ചാളയൊക്കെ എടുക്കുക, ചെറിയ മീൻ എടുക്കരുത്. നമുക്ക് നല്ലോണം മസാല തേച്ച് എടുത്ത് നോക്കാട്ടത്. ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാട്ടോ. 2 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളിന് 2 വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്തോ കേട്ടോ. ഇത് ചെറിയ സവാളയാണ്. ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ. ഒരു മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. ഒരു വെളുത്തുള്ളിയെ 2 ആക്കി വെച്ചേക്കാ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാൻ, ബാക്കിയെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. സവാളയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി വെക്കാം. ചട്ടി വെച്ച് ഞാൻ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ നല്ലോണം ഒരേ സൈഡ് മുരിച്ചെടുക്കാം. നമുക്ക് നല്ലോണം മീനിന്റെ ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മറിച്ചിടാം. നല്ലോണം വിട്ടിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്ക് ഇതേപോലെ മുരിച്ചെടുക്കാം. മീനിന്റെ 2 സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാട്ടത്. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്നും മൂത്ത് വരുമ്പോൾ മരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള വാടാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ചെറുതീരിട്ട് നല്ല ഗോൾഡൻ കളറിലായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. നമുക്ക് നല്ലോണം ഇതൊന്ന് വാട്ടിയെടുക്കാം. സവാള പകുതി വാടിയിട്ട് നമുക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തീ കുറച്ചെണ്ണിട്ട് വാട്ടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് ഈ തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞു വരട്ടെ. സവാളയും കൂടി നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്ന. ഉപ്പ് കുറവുണ്ട് കേട്ടോ. അല്പം ഉപ്പിട്ട്, ഉപ്പ് നോക്കിയിട്ടുണ്ടോ ഇടാൻ? മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. ഇതിനകത്തേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. എല്ലാം നമ്മൾ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഇട്ടേക്കണേണ്, അതുകൊണ്ടാണ് ഞാൻ അല്പം ഇടുന്നത്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ സവാളയിലേക്ക് വേണ്ടിയാണ്, മസാലയ്ക്ക് വേണ്ടിയാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി അധികം ചേർക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ പുളിക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ ഞാൻ വിനാഗിരി ആണ് വയ്ക്കണം. വിനാഗിരി ഇഷ്ടമില്ലാത്തവർക്ക് കുടപ്പുളി എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. മീനല്ലേ, അപ്പോൾ അല്പം പുളിയുടെ ആവശ്യമുണ്ട്. വിനാഗിരി ഒഴിക്കണേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഒഴിച്ച് നോക്കണം കേട്ടോ. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേളിലേക്ക് മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറുതിയിലൊന്ന് ചൂടാക്കി എടുക്കട്ടെ. മസാലയുടെ ഫ്ലേവറൊക്കെ ആ മീനിലേക്ക് ഇറങ്ങാനാണ്. മീനിൻ്റെ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.